പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉള്ളൊരു സംഭവമാണെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ യൂറിൻ. ഓക്കെ. അതിൻ്റെ കളറിൻ്റെ ആ ഒരു അപ്പിയറൻസ് അനുസരിച്ച് പല ഡയഗ്നോസിക്സിലേക്കും നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. സോ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. ആദ്യമായി തന്നെ പറയുകയാണ്, വളരെ ലൈറ്റായിട്ടുള്ള പെയിലായിട്ടുള്ള ഒരു കളറാണ് നമ്മുടെ യൂറിൻ്റേത്. നോർമലായിട്ടുള്ളത് ബയലിൻ്റെ മിർലൂവിൻ്റെയൊക്കെ വളരെ ചെറിയ പ്രസൻസ് ആണ്. പിന്നെ നല്ലോണം വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തനി വെള്ളത്തിൻ്റെ അപ്പിയറൻസൊക്കെ വരാം. എന്നാലും ലൈറ്റ് യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ ഒരു യെല്ലോയുടെ ഷെയ്ഡ് കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. ഡീഹൈഡ്രേഷൻ കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വരാം. ഇനി സപ്പോസ് വെള്ളമൊക്കെ നല്ലോണം കുടിക്കുന്ന ആളാണ്, പിന്നെ കളർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ഡയറ്റിലൂടെ വരുന്നതായിരിക്കാം. എന്തെങ്കിലും കളറിങ് ഏജൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വ്യത്യാസം വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇതുപോലത്തെ കളർ ചേഞ്ചുകൾ വരാവുന്നതാണ്. അപ്പം കളർ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല കളറുണ്ട്. ഓക്കെ. നമുക്ക് യെല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ വരാം, അതിൻ്റെ തന്നെ പല ഷെയ്ഡായിട്ട് വരാം. ഡാർക്കറായിട്ടുള്ള കളേഴ്സ് വരാം യെല്ലോയുടെ, ഓറഞ്ച് വരാം, റെഡ് വരാം, ബ്രൗൺ വരാം, ഈവൻ ബ്ലാക്ക് പോലും വരാവുന്നതാണ്. ഈവൻ സപ്പോസ് ക്ലോട്ട് കാര്യങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ചില അപൂർവം കണ്ടീഷനിൽ ബ്ലൂവോ അല്ലെങ്കിൽ ഗ്രീനോ, നമ്മൾ ഈ പറയുന്ന പോലെ ഡൈ പോലത്തെ സംഭവങ്ങൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കളറിങ് ഏജൻ്റൊക്കെ കൂടുതലായിട്ട് വരാമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ അത് നമ്മുടെ യൂറിനിൽ കൂടെ പ്രകടമായിട്ട് വരാവുന്നതാണ്. സോ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കുക. പിന്നെ ചില കണ്ടീഷനിൽ വെള്ള നിറത്തിലൊക്കെ വരാം. ഓക്കെ. അത് UTI ഒക്കെ വരുന്ന സമയത്ത്, ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ക്ലൗഡി ആയിട്ടുള്ള ഒരു യൂറിൻ, പതപതപ്പുള്ള യൂറിനൊക്കെ തീർച്ചയായിട്ടും വരുന്നതാണ്. സോ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂറിൻ RE ആണ്. ഓക്കെ. റുട്ടീൻ എക്സാമിനേഷൻ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഫിസിക്കലായിട്ട് നോക്കുന്നുണ്ട്, എന്തെങ്കിലും സെഡിമെൻറ്റോ കാര്യങ്ങളോ നോക്കുന്നുണ്ട്, RBCയുടെ പ്രസൻസ് നോക്കുന്നുണ്ട്, പസൽസ് ഉണ്ട്, അപ്പം ക്രിസ്റ്റൽസ് ഉണ്ട്, എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് മാക്രോ ആയിട്ടുള്ള ഒരു ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ്. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നറിയാനായിട്ട് കൾച്ചറും വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, പസൽസ് അല്ലെങ്കിൽ ക്ലൗഡി യൂറിനായിട്ടൊക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നത് UTI ആണ്. പിന്നെ വേദന കാര്യങ്ങൾ പ്രസിസ്റ്റ് ചെയ്യുന്നുണ്ട്, RBCയുടെ പ്രസൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൽബുമിൻ്റെ പ്രസൻസ്, പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ട്, ഗ്ലൂക്കോസിൻ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പല പല കാര്യങ്ങളാണ്. നമുക്ക് കിഡ്നിയെ സംശയിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റും. ഇനിയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ ആൽബുമിൻ്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രസൻസ് കാണിക്കുന്നത്, ഒരുപക്ഷെ ഡയബറ്റീസ് കൂടിയുണ്ട് നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പം ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെയിലായിട്ടുള്ള യെല്ലോ അല്ലെങ്കിൽ വെള്ള, തനി വെള്ളം പോലത്തെ യൂറിൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നോർമലാണ്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് കൂടുന്നതിനനുസരിച്ച് ബേസിക്കായിട്ട് ഡീഹൈഡ്രേഷൻ്റെ ഒരു സിംറ്റംസ് ആണ് കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നിങ്ങളെ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഡീഹൈഡ്രേഷൻ ആകാം, സപ്പോസ് വെള്ളം കുടിച്ചിട്ടോ അത് ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ നമ്മൾ ശ്രദ്ധിക്കുക, വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല യെല്ലോ യൂറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മെഡിസിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സപ്ലിമെൻ്റ്, വൈറ്റമിൻ B ഒക്കെ സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല യെല്ലോ യൂറിൻ വരും. അപ്പോൾ അത് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ മാത്രം ക്ലിയർ ആകത്തില്ല, പക്ഷേ ഒരു ആ മെഡിസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്നിട്ടും ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും ഒരു യൂറിൻ RE ചെയ്ത് നോക്കുക, ഒരു ഡോക്ടറെ കാണുക. പിന്നെ ഓറഞ്ച് നിറത്തിൽ വരാം, ബ്ലൂ നിറത്തിൽ വരാം, ഗ്രീൻ നിറത്തിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്തെങ്കിലും ഭക്ഷണത്തിൽ ഡൈയുടെ പ്രസൻസ് അല്ലെങ്കിൽ കളറിങ് ഏജൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനത്തെ കളറൊക്കെ വരുന്നത്. എപ്പോഴും വരുന്നതല്ല, എന്നാലും ഒരുപക്ഷെ വരാവുന്നതാണ്. പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് വെള്ള കളർ പ്രസൻസ്. അതിനകത്ത് കാസ്റ്റിൻ്റെ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ RBCയുടെ പ്രസൻസ് അല്ല, വെള്ള കളർ ക്ലൗഡി ആയിട്ടുള്ള യൂറിൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും ഒരു ഇൻഫെക്ഷനാണ് നോർമലി കാണിക്കുന്നത്. അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ RE ചെയ്ത് നോക്കുക, പസൽസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്തുമാത്രം ഉണ്ട് എന്ന് വാലുവേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് മെഡിസിൻ എടുത്ത് തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപക്ഷെ നമുക്ക് വേദന അനുഭവപ്പെടാം, എരിച്ചിൽ പോർച്ചിൽ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. അത് യൂഷ്വലി UTI ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ പറയുന്നതാണ് റെഡ് കളറിലെ യൂറിൻ. ഓക്കെ. ഈ റെഡ് കളറിലെ യൂറിൻ മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലീഡിങ് ആണ്. ഓക്കെ. അതത്ര നല്ലൊരു സൈൻ അല്ല, കാരണം ഡീഹൈഡ്രേഷൻ കൊണ്ടൊന്നും റെഡ് കളർ വരത്തില്ല. എന്തെങ്കിലും കിഡ്നിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ തന്നെ കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ ഒരുപക്ഷെ ഈ റെഡ് കളറിൽ വരാം. കാരണം ഈ RBCയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. സ്റ്റോണിൻ്റെ പ്രസൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട്
സൈഡ് ഒരങ്ങിയിട്ട് ചെറിയ ബ്ലീഡിങ് കാര്യങ്ങൾ വരുന്നതാണിത്. അല്ലെങ്കിൽ കിഡ്നിക്കകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു സെൽസ് ഒഴുകി വരുന്നതായിരിക്കാം. ഈ RBC എന്നൊക്കെ പറഞ്ഞാൽ നോർമലി യൂറിനിൽ കാണേണ്ടതല്ല. ഓക്കെ. അപ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. കിഡ്നിയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അതിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കേണ്ടതാണ്, സ്കാൻ ചെയ്ത് നോക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ഒരു ഇവാലുവേഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് തീർച്ചയായും നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ പങ്കുവയ്ക്കുക. ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വളരാം. സോ ഇവർക്കും നല്ലൊരു സമയമായിരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്, സൈനിങ് ഓഫ്. താങ്ക് യു.